നമസ്കാരം. സർക്കാരിന് വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരുമായ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കെതിരെ എത്ര ഭീകരമായ ആരോപണങ്ങൾ ഉയർന്നാലും സർവ്വ ചട്ടങ്ങളും കാറ്റിൽ പറത്തി പ്രമോഷനും സ്ഥാനമാനങ്ങളും അടിയന്തരമായി വെച്ചു നീട്ടുന്ന രീതി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. ജയിൽ മേധാവിയും മുതിർന്ന IPS ഉദ്യോഗസ്ഥനുമായ S. ശ്രീജിത്തിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെ ഈ നീക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് ഇത്ര വലിയ തിടുക്കമെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കെ ധൃതി പിടിച്ച് തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ച ഹൈക്കോടതി ഈ സ്ഥാനക്കയറ്റം നിലവിലുള്ള ചട്ടങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ്. ADGP-യെ DGP പദവിയിലേക്ക് ഉയർത്തുമ്പോൾ നിയമപ്രകാരം നിർബന്ധമായും വേണ്ട വിജിലൻസ് ക്ലിയറൻസ് പോലും നേടാതെയാണ് ആഭ്യന്തര വകുപ്പ് ശ്രീജിത്തിന് പ്രമോഷൻ നൽകാൻ ഓടി നടക്കുന്നത്. സർക്കാരിന്റെയും വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം നിർദ്ദേശ ലംഘനങ്ങളിലും ചട്ടലംഘനങ്ങളിലും കോടതിയുടെ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻകൂട്ടി യാതൊരു അനുമതിയും വാങ്ങാതെ വിദേശയാത്ര നടത്തി എന്നതുൾപ്പെടെ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും നിലനിൽക്കെയാണ് ശ്രീജിത്തിനെ തേടി ഈ ഒരു DGP പദവി എത്തിയിരിക്കുന്നത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാലാണ് S. ശ്രീജിത്തിന് പൊടുന്നനെ ഈ ഒരു വഴി തുറന്നുകൊടുത്തതും ഈ ഒരു DGP കസേര കിട്ടാൻ സഹായകരമായതും. നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിന്റെ ഗൺമാന്മാർ നടത്തിയ ക്രൂരമായ കയ്യേറ്റങ്ങളെയും അക്രമങ്ങളെയും രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് വെള്ളപൂശാനും ആ കേസ് അന്വേഷണം തിരുത്തി എഴുതി അട്ടിമറിക്കാനും ശ്രമിച്ചതിനാണ് MR അജിത് കുമാറിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അട്ടിമറി നടത്തി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ പുറത്തുപോയപ്പോൾ തൊട്ടടുത്ത കസേരയിലുള്ള ആരോപണ വിധേയരായ അടുത്ത ആളെ കൊണ്ടുചെന്ന് DGP കസേരയിലിരുത്താൻ സർക്കാർ തിടുക്കം കാണിച്ചു. അജിത് കുമാർ പോയാൽ പകരം മറ്റൊരു ശ്രീജിത്ത്. അതാണ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ ഇപ്പോഴത്തെയും അവസ്ഥ. ഒരു ഉദ്യോഗസ്ഥരെതിരെ ഗൗരവകരമായ പരാതികളും കേസുകളും കോടതിയുടെ മുന്നിൽ കിടക്കുമ്പോൾ അവരെയൊക്കെ പൂർണ്ണമായും സംരക്ഷിച്ച് നിയമത്തിന് മുകളിലാണ് തങ്ങളെന്ന ഭാവമാണ് ഈ ഒരൊറ്റ നടപടിയിലൂടെ കാണിച്ചു കൊടുത്തത്. ഹൈക്കോടതി തന്നെ ഇടപെട്ട് വിജിലൻസ് ക്ലിയറൻസ് അടക്കമുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ പോലീസിലും ഈ ഭരണ സംവിധാനത്തിലും എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാകുക? വഴിവിട്ട വിദേശയാത്ര കേസിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ട് പോലും കോടതി തള്ളുകയും ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ റിപ്പോർട്ടിൽ തീയതി പോലും രേഖപ്പെടുത്താത്ത സർക്കാരിന്റെ ഈ ഒരു കളി കോടതി തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. എന്നിട്ടും പാതിരാത്രിയിൽ DGP-ആക്കി പ്രമോഷൻ നൽകാൻ കാണിച്ച ഒരു ഉന്മേഷം കാണുമ്പോൾ പോലീസിലെ അഴിമതികൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് വ്യക്തമാവുകയാണ്. സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിലും ജയിൽ മേധാവിയായി തന്നെ ശ്രീജിത്ത് തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആരോപണ വിധേയർക്ക് കസേരകൾ അലങ്കരിക്കാൻ വഴി തുറന്നു കൊടുക്കുന്ന ഈ ഒരു നീക്കം നിയമവ്യവസ്ഥയെ പരസ്യമായി പരിഹസിക്കുന്നതിന് തുല്യമാണ്. നാടിന് നിയമവും നീതിയും നടപ്പിലാക്കേണ്ട ഒരു DGP പദവിയിലേക്ക് ആളെ നിയമിക്കുമ്പോൾ പോലും സുതാര്യതയും അച്ചടക്കവും ഉറപ്പാക്കാത്ത ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ അന്തസ്സിനെയാണ് കവർന്നെടുക്കുന്നത്. സ്വന്തക്കാർക്ക് സംരക്ഷണം ഒരുക്കാനും അവർക്ക് ഔദ്യോഗിക പദവികൾ വെച്ചു നീട്ടാനും സർക്കാർ കാണിക്കുന്ന ഈ ഒരു വെപ്രാളങ്ങൾ ഓരോന്നായി കോടതിയുടെ മുന്നിൽ വെളിച്ചത്താകുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. തൂഫാൻ പോലെയുള്ള പദ്ധതികളിലൂടെ കേരളത്തിന്റെ പ്രീതി പിടിച്ചുപറ്റിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്ന് മാത്രം പറയട്ടെ.